പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 19 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയൊക്കെ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ക്ഷേമത്തോടെ നടത്തുന്ന കർത്താവിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ അങ്ങ് 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 ഞങ്ങളുടെ കർത്താവ് വലിയവനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, അങ്ങ് അത്യുന്നതനായ ദൈവമാകിയാൽ സ്തോത്രം. ആമേൻ. അങ്ങേക്ക് കഴിയാത്തതായി ഒരു കാര്യവുമില്ലല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേകനായി അത്ഭുതങ്ങളെ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരം അരുളുന്ന കർത്താവ്, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ പ്രത്യേകമായ കൃപ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. സ്പെഷ്യലി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. നാളുകളായി ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചു, എന്നിട്ടും കൺട്രോളിലാകാതെ നിൽക്കുന്ന ചിലർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളെല്ലാം തന്നെ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നവർ, പ്രയാസപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. കർത്താവ് പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ആമേൻ, സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ലോൺ എടുത്തു, അത് അടയ്ക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവിക ഇടപെടൽ നടക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ആമേൻ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാത്ത കുടുംബങ്ങളെ ഓർക്കുന്നു. കർത്താവ് വഴി തുറന്നു കൊടുക്കണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ വിഷയങ്ങളിലും ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. സാമ്പത്തികമായ വിഷയങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതം നടന്നതിന് സ്തോത്രം. കർത്താവെ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവെ മാനസാന്തരപ്പെടുവാനുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. കർത്താവെ, കുടുംബാംഗങ്ങൾ രക്ഷയിലേക്ക് വരട്ടെ. മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ കുടുംബാംഗങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. സത്യസുവിശേഷത്തെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ 3 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിങ്ങിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് ഞങ്ങൾക്കും ദൈവസഭയ്ക്കും കർത്താവിൻ്റെ രാജ്യത്തിനും വലിയ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ഈ വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള ഈ പ്രത്യേക മീറ്റിങ്ങുകളിൽ എല്ലാവരും പങ്കെടുക്കുക. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകും. കാരണം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവ് ഇന്ന് ആരംഭിക്കുന്ന ഈ സ്പെഷ്യൽ മീറ്റിങ്ങിനെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. അതനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാവർക്കും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ളതായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച്
1 തീമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ വായിക്കാം. 1 തിമോത്തി ചാപ്റ്റർ നമ്പർ 6 വേഴ്സ് 17, 18 and 19. ഇന്നലെ നമ്മൾ കേട്ടത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമുള്ളതാണ്. ഇന്ന് പരിശുദ്ധാത്മാ പറയും, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. കർത്താവ് ഈ പ്രഭാതത്തെ നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് എന്നാ ചെയ്യണം? ഉന്നത ഭാവം കൂടാതെ, എനിക്ക് ഇത്രയും പണമുണ്ടല്ലോ, എനിക്ക് ഇത്രയും ഭൂസ്വത്തുണ്ടല്ലോ, എനിക്ക് ഇത്രയൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന ഒരു ഭാവം, ഉന്നത ഭാവം. അതായത് ദൈവത്തെക്കാൾ അധികമായി എൻ്റെ കയ്യിലുള്ളതിൽ ആശ്രയിക്കുന്നതാണ് ഉന്നത ഭാവം. ദൈവം ഉയർത്തുമ്പോൾ നമ്മൾ താഴ്മയുള്ളവരായി മാറണം. ദൈവം ഉയർത്തുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ സന്നിധി കീഴ്പ്പെടുവാൻ തയ്യാറാകണം. അപ്പോൾ ഉന്നത ഭാവം കൂടാതെ ഇരിക്കണം. അതായത് എനിക്ക് കുറേ പ്രോപ്പർട്ടി ഉണ്ട്, എനിക്ക് കുറേ പണമുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നുള്ള ചിന്തയിലിരിക്കാതെ, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. ഈ ധനത്തിന് ഒന്നിനും ഒരു നിശ്ചയമില്ല. അർത്ഥം എന്നാ? ഇതിലൊന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഏത് സമയത്തും പറന്നു പോകാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെന്തില്ല? നിശ്ചയമില്ല. നിശ്ചയമുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. മാറ്റമില്ലാത്തത് കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആശ്രയം മൊത്തം കർത്താവിലായിരിക്കണം. കർത്താവ് തന്നിരിക്കുന്ന പണത്തിലും അല്ലെങ്കിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ ലോകത്തിലേതായ ഒന്നിലുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മൾ കർത്താവിൽ തന്നെ ട്രസ്റ്റ് ചെയ്യണം. പറഞ്ഞ കർത്താവെ, അങ്ങാ എൻ്റെ ബലം, അങ്ങാ എൻ്റെ സമ്പത്ത്, അങ്ങാ എൻ്റെ സന്തോഷം, അങ്ങാ എനിക്കുള്ള സകലതും എന്ന് പറയാൻ പഠിക്കണം. എന്നിട്ട് അവിടെ പറയുക, നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെക്കണം. അപ്പോൾ ഒത്തിരി പേരെ നമുക്കറിയാം, ഒത്തിരി സമ്പത്തുണ്ട്, ഒത്തിരി വീടുണ്ട്, ഒത്തിരി പറമ്പുണ്ട്, പക്ഷെ ഒന്നും അനുഭവിക്കുവാൻ യോഗമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ഒരാളുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. അപ്പം ആ കർത്താവിൽ ആശ വെക്കുവാനും, എന്നിട്ട് പറയുന്നു നന്മ ചെയ്യണം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? മറ്റുള്ളവർക്ക് നന്മ ചെയ്തും സൽപ്രവർത്തികളിൽ സമ്പന്നന്മാരായിരിക്കണം. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ധനം കൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്നവരും സൽപ്രവൃത്തി ചെയ്യുന്നതിന് ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കണം. ഈ കാലഘട്ടത്തിൽ പലരും പലത് ചെയ്യുന്നുണ്ട്, എല്ലാം പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. അത് സ്റ്റാറ്റസ് ഇടാനും ഫേസ്ബുക്കിലിടാനും ലോകത്തെ അറിയിക്കാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത്, നിൻ്റെ ഇടത്ത് കൈ കൊടുക്കുന്നത് വലത്ത് കൈ അറിയാൻ പാടില്ല. സൽപ്രവൃത്തികൾ നമ്മളെന്തായിരിക്കണം? സമ്പന്നരായിരിക്കണം. ഒരാളുടെ ആവശ്യം കണ്ടാൽ അവിടെ നമ്മൾ ചാടി ഇടപെടാൻ പഠിക്കണം. അവർക്കൊരു സഹായം ചെയ്യാൻ പഠിക്കണം. ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടത്തി കൊടുക്കണോ, അതിന് നമ്മളാകുന്ന നമുക്ക് സാഹചര്യമുണ്ടോ അത് ചെയ്യണം. വിദ്യാഭ്യാസമാണോ, അത് നമുക്ക് സാഹചര്യമുണ്ടോ, നമ്മളത് ചെയ്യണം. അപ്പോൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കാനും ദാനശീലരും ഔദാര്യമുള്ളവരുമായി. അപ്പം സൽപ്രവൃത്തി സമ്പന്നരായിരിക്കണം, ദാനശീലരായിരിക്കണം. പിന്നെ പറയുന്നു ഔദാര്യമുള്ളവരായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊണ്ട് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമായ സന്തോഷത്തിലേക്കുള്ള ലക്ഷ്യം, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഉയരത്തിലെ തന്നെ ചിന്തിച്ചോണം, ഈ ലോകത്തിലെ അല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരുംകാലത്തിലേക്കുള്ളൊരു നിക്ഷേപം ഒരുക്കുന്ന ജീവിതമായിരിക്കണം ഈ ഭൂമിയിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം ഒത്തിരി റിസോഴ്സുകൾ തന്നിട്ടുണ്ടാകാം, ഒത്തിരി നന്മകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. ഇതൊക്കെ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്തണം. നമുക്ക് ഒരു കാര്യം ഓർത്തണം, ഈ ഭൂമിയിൽ നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിത്യമായ ഒരു ഭവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, നിത്യമായ ഒരു രാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ എന്തായിരിക്കണം? അതിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വലിയ തികഞ്ഞ ബോധ്യത്തോടെ, ആമേൻ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവിടെ സമ്പാദ്യം ഉണ്ടാകണം, അവിടെ എനിക്ക് സമ്പാദ്യം ഉണ്ടാകണം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതിനായിട്ടായിരിക്കണം ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചാലും ആ നിത്യമായ സന്തോഷത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി, അവിടെ സമ്പത്തുള്ളവരായി ജീവിപ്പാൻ ആമേൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ വരുംകാല ജീവിതത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ഞാൻ ചെയ്യുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണമാണോ ചെയ്യുന്നത്? അതോ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ജീവിതത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന ബോധ്യം ഉണ്ടാകണം. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുക.
നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലയെ പിതാവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.